ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു പാനിപ്പൂരി ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഉള്ളി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിനി, അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിപ്പൂരിലേക്കുള്ള പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് പുളിക്കാവശ്യമായ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാനി റെഡിയായി. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് എടുക്കുന്നത്. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. പാനിപ്പൂരിക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റായി. ഇനി ഒരു പൂരി എടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്സ് അതിൽ നിറച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും വെക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ആ ഒരു പാനി ഒഴിച്ചിട്ട് അങ്ങ് കഴിക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാനിപ്പൂരിയുടെ ടേസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയേ ചെയ്യരുത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് അതൊക്കെ മേലെയാണ്. പാനിപ്പൂരി ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.